ഹായ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാഷണൽ റോസ് ഗാർഡൻ ടൂറിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡ് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഇവരുടെ മൊത്തമായിട്ടുള്ള സീരീസ് കാണുകയും അതിന് കമന്റ് അടിക്കുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള തിരഞ്ഞെടുക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് പ്ലാന്റ്, നമ്മുടെ നാട്ടിൽ ഇറങ്ങാത്ത ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് പ്ലാന്റ് ഗീവ് അവേ ആയി NR ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയന്റ് ആപ്പിൾ പറയുന്ന ഒരു ആപ്പിളിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടായിരിക്കും കളറും അങ്ങനെയാണ്. വളരെ ഭംഗിയോടെയാണുള്ളത് കാണുന്നത്. അത്യാവശ്യം സൈസ് വെക്കുന്നുണ്ട് കേട്ടോ. അതായിരിക്കും ജയന്റ്. അതെ അതെ, അതായിരിക്കും ജയന്റ് ആപ്പിൾ. ഈ ഒരു കളറും ഈ ടോപ്പിൽ വരുന്ന ഈ ഷെയ്ഡ് ഇതൊന്നും കവർ ചെയ്യാത്തതാട്ടോ. നമുക്കിപ്പം നിങ്ങൾക്കിപ്പോ കണ്ടറിയാം, ഈ തോട്ടത്തിലെല്ലാം കവർ ചെയ്യാന്ന് പറയണത് നടക്കണ. പിന്നെ അങ്ങനെ ഒരു അത്രയും ഒരു മാർക്കറ്റിംഗ്, അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തത് കൊണ്ട് നമ്മള് അതിന്, അല്ലെങ്കിൽ നമ്മൾ ആവുമ്പോഴേക്കും ആകാംക്ഷയോടെ നമ്മൾ അത് ചെയ്യാം. അത് അങ്ങനെയുള്ള സമയമില്ല. വെഡിങ് ഗ്രാഫ്റ്റിംഗ് നനച്ചു കൊടുക്കാൻ തന്നെ സത്യം പറഞ്ഞ സമയം അല്ല ആൾക്ക്. പിന്നെ ഇതൊക്കെ കവർ ഇട്ട് കിടക്കുന്നൊന്നും പോസിബിൾ അല്ല. പിന്നെ വരുന്നവർക്ക് കാണുകയും വേണം. അതാണ് അതിന്റെ ഒരു വലിയ. ഇത് തായ്ലൻഡ് ആണോ ഈ ജയന്റ് ആപ്പിൾ? ഇത് കറക്റ്റ് ഇപ്പൊ ഇവിടെ ഇത്രയും വർഷം മുന്നത്തെ അല്ലേ ഇപ്പൊ നമ്മള്. അതെ അതെ, അവിടെ നിന്നൊക്കെ ആയിരിക്കും. തൈവാൻ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, ഓസ്ട്രേലിയയിലും ഉണ്ട്, പിന്നെ ജപ്പാനിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതുണ്ട്. പക്ഷെ അങ്ങനെ നമ്മളൊരു വേർതിരിച്ചൊരു കൺട്രി നോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. പക്ഷെ അവിടെ നിന്നൊക്കെ വരുന്ന ഈ മാവുകൾക്കൊക്കെ എന്ന് പറയുന്നത് നല്ല പേരുകളാണ് അല്ലെ? നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഹണി കിസ് അല്ലെങ്കിൽ ജയന്റ് ആപ്പിൾ, നമുക്ക് എപ്പോഴും അത്തരം പേരുകൾ നമ്മുടെ നാട്ടിലെ മാമ്പഴങ്ങൾക്കും കിട്ടണം എന്നൊരു അല്ലെ, ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ വിദേശങ്ങളിലേക്കൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ പേരാണ്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. എങ്കിലും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ നല്ലൊരു മാർക്കറ്റ് വാല്യൂ കിട്ടാൻ നല്ലതായിരിക്കും. ഇന്ത്യൻ പേരുകളായിരിക്കും കൂടുതൽ. നമുക്ക് ബെങ്ങനംപള്ളി, ഇപ്പൊ പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ അൽഫോൻസ് ഉണ്ടോ, മല്ലിക അൽഫോൻസ് എന്നൊക്കെ നമ്മളോട് ചോദിക്കും അവിടെ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത്. അപ്പം അതുപോലെ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പേരുകൾ ഇടായിരിക്കുമല്ലേ കൂടുതൽ. അപ്പൊ നമുക്ക് ഇനി പുതിയ വെറൈറ്റി. ഇതിപ്പം താഴെ ഇങ്ങനെ ചെറിയ പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത് കൊണ്ട്, നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ മദർ പ്ലാന്റിന്റെ ഇടയിലൊക്കെ വെച്ചിരിക്കാം. അപ്പൊ രണ്ടു നേരം ഇതിന് നനയ്ക്കുമ്പോ ഈ മാവിനും അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് എപ്പോഴും. അത് മാത്രല്ല, ഇതിന്റെ തൊട്ടടുത്തൊരു കനാല് പോകുന്നുണ്ട്. അപ്പൊ കനാലിൽ കൂടെ എപ്പോഴും വെള്ളം വരുന്ന സമയത്ത് ഈ താഴെക്കൂടെ വെള്ളം പിടിക്കാന്ന് പറയും. അപ്പം ഒരുപാട് വെറൈറ്റി മാവുകൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാൻ, എന്തെങ്കിലും ശ്രദ്ധ കുറഞ്ഞ നഷ്ടപ്പെട്ടു കുത്തിയാലോ എന്തെങ്കിലും ഒന്നും ഇവിടെ ആരും ശ്രദ്ധിക്കാനും ഒന്നും ഉണ്ടാവില്ല. ഈവൻ ഇനിയിപ്പോ വല്ല പുഴുവോ എന്തെങ്കിലും വല്ല പക്ഷികളൊക്കെ വന്ന് അടിച്ചാൽ പോലും ഇവിടെ അതൊന്നും കെയർ ചെയ്യില്ല. കാരണം അതിനൊന്നും സമയമില്ല എന്നുള്ളതാണ്. കുറെ അവിടെ താഴെ ഏതാ മാങ്ങ വീണ് കിടക്കുന്നു, അതൊന്നും കണ്ടോ, ഒക്കെ വിദേശ മാങ്ങകളാണ്. അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഓക്കെ, അപ്പോ അതൊന്നും വീഡിയോയിൽ കണ്ട് ആരും ടെൻഷൻ ആവണ്ട. ഓക്കെ, അപ്പോ അടുത്തതായി നമുക്ക് പോകുന്നത് അരുമാനിസ് ഇന്തോനേഷ്യയുടെ ഒരു മാമ്പഴമാണ്. നമ്മളൊരു ഇന്തോനേഷ്യൻ സുഹൃത്തിനോട് ഞാൻ കമ്പൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഇഷ്ടംപോലെ കിടക്കുന്നതാ. അപ്പൊ സത്യം പറഞ്ഞാല് ഇതുപോലത്തെ ഒരു ഇതൊക്കെ എക്സ്ട്രീംലി കായപിടുത്തമാണ് കേട്ടോ. നല്ല രീതിയിലാണ് കായ പിടിച്ചു കിടക്കുന്നത്. അതായത് ഒട്ടും ശ്രദ്ധയില്ലാണ്ട് ഇത്രയും മാങ്ങകൾ ഉണ്ട്. അപ്പോ സത്യം പറഞ്ഞാല് ഞാൻ മുന്നേ ഇവിടെ വരാത്തിന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ കഷ്ടപ്പെട്ട് ഇന്തോനേഷ്യക്കാരനോടൊന്നും തൈ കൊണ്ടുവരാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ ഇതാ മാങ്ങ കിളിയൊക്കെ കൊത്തി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉറുമ്പുകളുണ്ട് നിറയെ. ഏകദേശം മാങ്ങ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഉറുമ്പുകൾ അടിച്ചിട്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇത് അരുമാനിസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിക്ക് സുഹൃത്ത് പറഞ്ഞു തന്നിരുന്നു. ഇതിന്റെ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അരുമാനിസിന്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അല്ലേ? ഇതിപ്പോ അവൈലബിൾ ആയി. ഇത് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായാലും ഞാൻ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു മാമ്പഴമായിരുന്നു. അത്യാവശ്യം ഭംഗിയുണ്ട്. ഇന്തോനേഷ്യക്കാർക്ക് ഗോലക്ക് പോലെ തന്നെ
അവരെ ഇഷ്ടപ്പെട്ട ഒരു മാമ്പഴമാണ് ഹരും മാനിസ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ്ങും കൂടെ ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഇത് ഒരുപാട് റിവ്യൂസൊക്കെ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, ഇംഗ്ലീഷുകാരെ റിവ്യൂസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കാം. പറ്റുമെങ്കിൽ ഞങ്ങൾ കുറച്ച് വാങ്ങിയെടുക്കും. എല്ലാവരും കൊതി വിട്ടോളൂ, അത്രേ പറയാൻ പറ്റും. ഹരുമാനിസിൻ്റെ ഇലകൾ കൂടെ കാണിച്ചേക്കാം കേട്ടോ. ഇതാണ് ഹരുമാനിസിൻ്റെ ഇലകൾ. ആരെങ്കിലും എവിടെന്നെങ്കിലൊക്കെ തൈ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനും ഒക്കെ എളുപ്പം ആയേക്കാം. ഇതിന് നിറയെ മാങ്ങയുണ്ട്, ഒരു ഭാഗത്ത് മാത്രമല്ല, മൊത്തം മാങ്ങയാണ് ഈ ഹരുമാനിസ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്ക് നാംഡോക്മായി പോലെ തന്നെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം വിഗ്രസ് ഗ്രോത്ത് ആണ് തോന്നുന്നത്. ഇതിൻ്റെ ഇന്റർനോഡ് ലെങ്ത് ഒക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസ്, ഇത് ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു. ഇത് ഏകദേശം ഒരു 5-6 വർഷം പഴക്കമുള്ള അത്രയൊക്കെ കാണുള്ളൂ എന്നാണ് തോന്നുന്നത്. 5 വർഷത്തിലധികം വരാൻ സാധ്യതയില്ല. ഒരു 12 അടിയൊക്കെ പൊക്കേ ഉള്ളൂ. ഈ വെറൈറ്റി മാവുകളെല്ലാം തന്നെ നമ്മൾ വലിയ കവറുകളിലാക്കി വെച്ചിരിക്കുവായിരുന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലം ഇതൊക്കെ നോക്കിയതിന് ശേഷം പറ്റിയിട്ട് താഴെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ മാവിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മണ്ണിൽ വെച്ചതിന് ശേഷം അത് നന്നായിട്ടുണ്ടായിരുന്നു. അതുവരെ ഇങ്ങനെ അത് നിന്ന് അതിന്റെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വെറൈറ്റികൾക്ക് ഈവൻ കുറച്ച് വെള്ളം അധികം ആയാലൊന്നും അതിന്റെ പൂവും കായ്ക്കൊന്നും വലിയ പ്രശ്നമില്ല. നമ്മുടെ കാലാവസ്ഥയിൽ എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. ഒരു മാങ്ങകൾ കഴിക്കാൻ ഇപ്പൊ ഞാൻ ഒരിക്കൽ ശ്രീലങ്കയിൽ പോയപ്പോ ഈ കറുത്ത കുളമ്പ് എന്ന് പറയുന്ന അവിടെ നല്ല പെർഫോമൻസ്. പക്ഷെ നമ്മളുടെ ഈ സ്ഥലത്ത് വെള്ളം കൂടുതലുള്ളിടത്ത് അത് അത്ര ഡ്രൈഡ് ആയിട്ടുള്ള TJC അങ്ങനെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള. സോറി, TJC ഞങ്ങൾ റിവ്യൂ ചെയ്ത മാങ്ങയാണ്. അതിന് മൂവാണ്ടന്റെ ടേസ്റ്റ്. അതെല്ലേ. വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് മാംഗോ TJC. മൂവാണ്ടൻ ടേസ്റ്റ് ആണ്. കുറച്ച് സ്വീറ്റ്, ഒരു 20 ബ്രിക്സോളം വരുന്നുണ്ട്. ഓക്കെ, ഐ മീൻ വേൾഡ് മാർക്കറ്റിൽ അക്സെപ്റ്റഡ് ആണ്. റെഡ് കിങ് അല്ലേ? ഈ റെഡ് കിങ് പേര് നമുക്കിപ്പോ ഈ തായ്ലൻഡില് അവരുടെ ഭാഷ അത്രയും വർഷം മുന്നല്ലേ, അപ്പം നമ്മൾ അവര് പറയുന്ന ഭാഷ മനസ്സിലാവാതെ ഇരിക്കുമ്പോ നമ്മൾ അവരോട് ചോദിക്കും ഇതിന്റെ ഇംഗ്ലീഷിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന്. അങ്ങനെയാണ് ഈ റെഡ് കിങ് എന്ന് പറഞ്ഞു തന്നെ. അങ്ങനെ ഒരു നമ്പർ ആണ് ഇത്. ഇനിയിപ്പം ഇതിന്റെ എല്ലാം കാര്യങ്ങളും നോക്കിയിട്ട് കസ്റ്റമേഴ്സ് തന്നെ തീരുമാനിക്കണം. ഇത് വലിയ മാങ്ങയാണ്, വലിയ ഒരു സൈസ് വരുന്ന മാങ്ങയാണ്. ഇത് ഇലയും കാണിച്ചു കൊടുക്കാം. പലതും പേര് മാറ്റി അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതല്ല. കാരണം ഇതിൻ്റെ കളക്ട് ചെയ്തത് 10, 15, 20 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ കളക്ട് ചെയ്ത വെറൈറ്റികളായിരിക്കും. നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഓരോ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുക. അവിടെ ചെന്ന് ഭാഷാ പ്രശ്നമാണ്, കാര്യങ്ങൾ പലതും ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞ പോലെ റെഡ് കിങ് എന്നൊരു പേര് അവർ കൊടുത്ത പേരിട്ടു. അപ്പോൾ ഇനി ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും വെറൈറ്റികളാണോ എന്നുള്ളത് നോക്കി കണ്ട് നമ്മുടെ പ്രേക്ഷകരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് തീരുമാനിക്കുക. ഇവിടെയും വരിക, വിസിറ്റ് ചെയ്യുക. വലിയ മാങ്ങ ഏകദേശം 1 കിലോയിലധികമൊക്കെ വരുന്ന മാങ്ങകളാണ്. ഇവർ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നത്. ഒന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് താഴെ വീട് പുഴു. അതായത് നമ്മൾ ഒന്നും മാങ്ങ ഉണ്ടായി കാണിക്കണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി പ്രൊട്ടക്ട് ചെയ്യണമൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് പക്ഷെ ഇത് ഇനിയിപ്പോ ബഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ പേരിലായിരിക്കും നമ്മൾ ബഡ് ചെയ്യുക. അതെ. അപ്പോ കൂടുതൽ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുന്നവരെന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ പറ്റുക. അല്ലാതെ ദർ ഇസ് നോ അതർ വേ. ഓക്കെ, മിയാസാക്കി, ബംഗാളികളുടെ മിയാജാക്കി എന്നും പറയും. ഓക്കെ, അപ്പൊ മിയാസാക്കി തുടക്കത്തിൽ മാഡം പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു ഹൈപ്പുള്ള ഒരു മാങ്ങയാണ്. അപ്പൊ ഇത് മിയാസാക്കി ആണോ അല്ലേ എന്നൊക്കെ കണ്ട് തീരുമാനിക്കുക. അപ്പൊ ഒരു ഇത് പറ്റുകയാണെങ്കിൽ മൂത്തത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോ ഇവരും അത് കവർ ചെയ്യാതെ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ജപ്പാനിൽ നിന്ന് ഇറക്കിയെന്നൊന്നും പറഞ്ഞ് അല്ല മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിയാസാക്കി എന്ന് പറയുന്നതിന്റെ തൈയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്.
ഓക്കെ, മാഡം ഉള്ളതുപോലെ പറഞ്ഞു. അപ്പോൾ സാധാരണ നഴ്സറിക്കാരും ഇങ്ങനെയൊന്നും പറയൂല. പക്ഷേ എങ്കിലും മാഡത്തിൻ്റെ ഒരു പഴയ വീഡിയോ, വിയറ്റ്നാം മേർലിയുടെ ഒരു 6 വർഷം മുന്നുള്ള വീഡിയോ ഒക്കെ NRൻ്റെ ചാനൽ തന്നെ ഉണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിയാൽ മതി എന്താണ് ഇവരെ റേഞ്ച് എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, ഇതേതാണ്? ഇന്തോനേഷ്യയുടെ മധു. നമ്മുടെ ഭാഷ ഇന്തോനേഷ്യൻ ഭാഷയൊക്കെ കുറേയൊക്കെ സിമിലാരിറ്റി പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മധു നമ്മുടെ നാടൻ മാങ്ങയുടെ ഇല പോലെയാണ് ഇത് വരുന്നത്. മധു എന്ന് പറഞ്ഞതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ സ്വീറ്റ് എന്നാണല്ലോ. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ മൂത്തതാണെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം, നമുക്ക് പഴുപ്പിച്ചിട്ട് റിവ്യൂ ചെയ്യാം. ഓക്കെ, ഒറിജിൻ ഇന്തോനേഷ്യ മധു. ഇവിടെ നിറയെ കാലാപ്പാടിയുടെ ചെറിയ തൈകളാണ്, 250 രൂപയുടെ തൈകൾ നിറയെ കായ്ച്ചു കിടക്കുന്ന തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ കാലാപ്പാടി വെക്കാത്തവർക്ക് വൻ നഷ്ടമാണ്. കാലാപ്പാടി നിർബന്ധമായിട്ടും ഒന്ന് വെക്കുക. ജഹാംഗീറും നമ്മുടെ വീട്ടിലുള്ള ജഹാംഗീറും ചെറിയൊരു സാമ്യമുണ്ട്. പക്ഷെ സൈദലി ഡോക്ടർ വീട്ടിലുള്ള ജഹാംഗീർ കുറച്ച് വ്യത്യാസമാണ്, ഒന്നുകൂടെ കോക്കനട്ട് ഷേപ്പിലാണ്. ഇതിന് ഞെട്ടിൽ നമ്മുടെ ഇതുപോലെ കല്ലുകെട്ടിയുടെ പോലെ ഒരു നാസിക് പസന്തൊക്കെ പോലെ ഒരു തടിപ്പ് വരുന്നുണ്ട്. ഓക്കെ, ജഹാംഗീർ താഴെ വീണ് ചീഞ്ഞെടുക്കുന്നു. ജഹാംഗീർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് മാംഗോ ആണ്. നല്ല സൈസ് വരും, നല്ല രുചിയുള്ള മാങ്ങയാണ്. നമ്മൾ വിദേശ വെറൈറ്റികളൊക്കെ വെക്കുന്നതിന്റെ മുന്നേ വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ജഹാംഗീർ, കാലാപ്പാടി ഒക്കെ നിർബന്ധമായിട്ടും വെക്കുക. പക്ഷേ ഈൽഡിങ് കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ഇതാ കാലാപ്പാടി. ഓക്കെ, കായ്ച്ചു കിടക്കുന്ന ചെറിയ ചെറിയ തൈകളുണ്ട്. എല്ലാം അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ്. ചെറിയ പൈസ 250 രൂപക്കാണ് ഇവർ കൊടുക്കുന്നത്. ഓക്കെ, കാലാപ്പാടി നിർബന്ധമായും വെക്കേണ്ട തൈയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ കായ്ക്കും, പൂവിടും എന്നുള്ള ഒരു ചീത്തപ്പേരുണ്ട്. അതിന്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ നേരത്തെ കായ്ക്കും. കാലാപ്പാടിക്ക് ഒരു കമ്പുണക്കം ചെറിയ പ്രായത്തിൽ. വലുതായി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, പോകുന്നുണ്ട് ചെറിയ പ്രായത്തിൽ. ഇത് നാംഡോക്മായി മുന്നെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചതാണ്. ഓക്കെ, അത് നാംഡോക്മായി മുന്നേ തന്നെ ആണോ എന്നും കൂടെ പ്രഷർ കൂടെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പല വെറൈറ്റികളും വർഷങ്ങൾക്ക് മുന്നേ, നമ്മളൊക്കെ ഈ മാവുകളുടെ പേര് കേൾക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ മദർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ആ കാലത്തൊന്നും ഇതിനെക്കുറിച്ച് ആർക്കും വലിയ ഇന്നേ ധാരണയില്ല. അന്ന കാലത്തൊന്നും യാതൊരു ഇൻഫർമേഷനും ഗൂഗിൾ വഴി പോലും കിട്ടാനില്ലാത്തൊരു കാലഘട്ടത്തിലൊക്കെയാണ് പലതും ഇവർ സോഴ്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും, കാരണം ഇത്രയും ചെറിയ ഇതൊക്കെ കണ്ടാലും അറിയാലോ. പക്ഷെ നമ്മൾ ഇട്ടിരിക്കുന്ന പേരുണ്ടല്ലോ, അതെ, നമ്മൾ അതിന് ബഡ് ചെയ്യുമ്പോ ആ പേരാണ്, അത് മാറൂല. അതിന്റെ സൈഡിൽ ഇപ്പൊ നമ്മൾ അതിന്റെ ഒറിജിനൽ പേര് കണ്ടുപിടിച്ചാൽ നമ്മൾ അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ ആ പേര് കൊടുക്കും. അതെ അതെ, അതല്ലാതെ വേറെ വഴിയില്ല ഇത്. കാരണം 10-20 വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ആക്റ്റീവ് ആവുന്നതിന്റെ മുന്നേ തുടങ്ങിയ കളക്ഷൻസ് ആണ്. ഓക്കെ, 38 വർഷം ഇവിടെ. ഇതിപ്പോ 38 വർഷം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ 35 വർഷത്തിന് മുന്നേ സ്ഥലം വാങ്ങി. അതെ, അപ്പോ 40 വർഷത്തോളൊക്കെ പാരമ്പര്യം. നഴ്സറി തുടങ്ങിയിട്ട് 43 വർഷം പാരമ്പര്യമുണ്ട്. അപ്പൊ പിന്നെ അത് എഗോ സണ്ണ് ഇവിടന്നേ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഒരു നകളൊക്കെ വിണ്ട് കീറുന്നുണ്ട്. അതിന്റെ കാരണം നനവ് കൂടുതലാണ്. നനവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ മാങ്ങ സ്പ്ലിറ്റ് ആവും. അതെപ്പോഴും ശ്രദ്ധിക്കുക. മാങ്ങക്ക് ഒരു മൂത്ത് ഒരു കണ്ണിമാങ്ങ പ്രായമൊക്കെ കഴിഞ്ഞൊരു സ്റ്റേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ നന അധികം കൊടുക്കരുത് എന്നാണ് പറയാ. നമ്മുടെ റൈനോ ഹോൺ. ഓക്കെ, അതിലൊക്കെ ഹോൺ ഉണ്ട്. ഈ ഒരു അടാ വീഡിയോ എടുക്കാൻ വേണ്ടി മാങ്ങ പൊട്ടിക്കുക, കണ്ണി മാങ്ങ. ഇതാണ് റൈനോ ഹോൺ. നമ്മുടെ കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് പോലെ, അങ്ങനെയാണ് ഇതിന്റെ പേരുണ്ട്. കാണാൻ കുറച്ചൊരു ഒബ്ലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്, കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് കേട്ട് പരിചയമുള്ള പല മാവുകൾ ഇവിടെ കായ്ച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളത് റിയലി എന്താ പറയാ എക്സൈറ്റിംഗ് ആണ്. ഇതുപോലെ കുറെ വെറൈറ്റികളുണ്ട്. നമുക്ക് ഇനിയും ഒന്നുകൂടെ നടന്നു നോക്കാം. ഓക്കെ, മാന്യു എന്ന് പറയുന്ന ഒരു പേര് കിടക്കുന്ന ഒരു മാമ്പഴമാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതില് ഒക്കെ വിദേശികളാണ്, നമ്മൾ പേര് കേട്ടിട്ട് പോലും ഇല്ല. ഓക്കെ, ജസ്റ്റ് അതായത് പുറത്തുനിന്ന് വരുന്ന ഐറ്റം മാവുകളും ഇവിടെ നമ്മുടെ ക്ലൈമറ്റില് സ്യൂട്ടബിൾ ആണ്, കായ്ക്കുന്നുണ്ട്. അത് ഒട്ടും ശ്രദ്ധയില്ലാതെ തന്നെ കായ്ക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട്
അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റിന്റെ എക്സ്ട്രീമാണ്. മണ്ണ് എപ്പോഴും നനഞ്ഞുകൊണ്ട്, ഇപ്പൊ ഈ വേനൽക്കാലത്ത് നനഞ്ഞാ നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഈ ചെടികൾക്കൊക്കെ നനയ്ക്കുന്നതുകൊണ്ട് എത്രയും മഴ കിട്ടുന്ന 365 ദിവസം മഴ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും മഴക്കാലത്ത് ഇത് കായ്ക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ചുണ്ടുണ്ട്. ഇത് എത്ര വലിപ്പം വെക്കും അറിഞ്ഞൂടാ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് മൂത്ത പോലെ ഉണ്ട്. ഞാൻ അറിഞ്ഞൂടാ കേട്ടോ, നമുക്ക് ഇതിന്റെ മൂക്കും കാര്യങ്ങളൊന്നും അങ്ങോട്ട് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. ഞാനും ഈ മാങ്ങയെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് ഉള്ള ഒരു ഇൻട്രസ്റ്റും ഇപ്പൊ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും മാങ്ങകളുടെ ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ എന്നുള്ളത് ആ ഒരു അവയർനെസ് എനിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇന്ന് വന്ന് ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്നുള്ളതൊക്കെ നോക്കി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം മൂപ്പിന്റെ കാര്യമൊന്നും എനിക്കും അറിയില്ല. ഇവരിവിടെ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവരും, വീട്ടിലേക്ക് കൊടുത്തയക്കുന്നത് നമ്മൾ കഴിക്കുന്നു. ഇനി കൂടുതൽ ഇത്രയും മാവിനോട് ഇത്രയും താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി വളരെയധികം ശ്രദ്ധിക്കുന്നതായിരിക്കും. അതെ, തുടക്കകാലങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്, തുടക്കകാലങ്ങളിൽ ഇത് കളക്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈ ഹരുമാനിസിന്റെ കമ്പൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. ബേസിക്കലി ഇവിടെ ഉണ്ട്, ഇവിടുന്ന് 2 കമ്പ് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ തയ്യാവുമ്പോൾ കൊണ്ടുപോയാൽ മതി എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അടുത്തുള്ള തൃശ്ശൂരിലേക്ക് നമ്മളിതുവരെ ഇങ്ങോട്ട് എത്തിയില്ല എന്ന് പറയുന്നതും നമ്മുടെ മിസ്റ്റേക്കാണ്, വേറെ കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒക്കെ വന്ന് ഒന്ന് കാണും, ഇവിടെ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ല, എൻ്റെ ഹസ്ബൻഡിന് മാവിനോട് ആദ്യം തൊട്ടേ ഭയങ്കര ഒരു ക്രേസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആളുടെ കണ്ണ് എപ്പോഴും മാവിലാണ്. അങ്ങനെയാണ് ഇത്രയും വെറൈറ്റികൾ കളക്ട് ചെയ്തിരുന്നത്. പിന്നീടാണ് മറ്റുള്ള ഫ്രൂട്ടുകളിലേക്കൊക്കെ നോക്കി തുടങ്ങി. അതുകൊണ്ടാണ് ഇത്രയും പഴക്കം ചെന്ന മാവുകൾ ഇവിടെ ഉണ്ടാവുന്നത്. എനിക്കൊന്ന് പുരുഷന്മാർക്ക് മാവാണ് വീക്ക്നെസ് എന്ന് സംശയമുണ്ട്, അല്ലെ? പുരുഷന്മാരുടെ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു പഴം മാവാണ്. കാരണം അതെ 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 അതെ, സ്ത്രീകൾക്ക് ചക്കയും വേറെ മറ്റ് ഇതൊക്കെയാണ്. മാവ് പുരുഷന്മാരുടെ നമ്മളെ എങ്ങോട്ട് ഏറ്റെടുക്കുക. ചെറിയ ചെനപ്പ് വന്ന ഹരുമാനിസ് ആണ്, പഴുത്തിട്ടില്ല. ഓക്കെ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതുകൊണ്ടായിരിക്കും ഇതിനെ ഹരുമാനിസ് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം ഞാനിതിൽ എഴുതി ചേർക്കാം. എന്തോ സ്വീറ്റോ അങ്ങനെ എന്തോ ഒരു അർത്ഥമാണ്. മധുരം കയറി തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഒന്ന് 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 കഴിച്ചു നോക്കിയാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഈ സാധനത്തിന്. അവിടെ നോട്ടെ അല്ലേ? ഒരു ഫ്ലേവർ ഉണ്ട്. കറ കുത്തലില്ല ഇല്ലല്ലോ. നമ്മുടെ ചന്ദ്രകാരൻ ചൗസ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണോ? ചെറുതായിട്ട് ഉണ്ടോ? ചെറിയൊരു ചൗസ അവിടെ ഫീൽ ചെയ്യും അല്ലേ? ചൗസ ആണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ വെക്കേണ്ട വെറൈറ്റി ആവും. കാരണം ചൗസ നമ്മുടെ നാട്ടിൽ പെർഫോമൻസ് കുറവാണ്. എന്തായാലും ഇത് മൂത്ത 2 എണ്ണം കൊണ്ടുപോയി വെക്കാം. ഒന്നും കൂടെ മധുരം വെച്ചാൽ, ഈ സ്വീറ്റ് തന്നെ ഓക്കെയാണ്, പക്ഷെ ഒന്നും കൂടെ മധുരം വെച്ചാൽ അടിപൊളിയാവും. നമ്മളവിടെ കൊത്തിയിട്ടുള്ള മാങ്ങ അവിടെ താഴെ കിടക്കണ കണ്ടില്ല? അല്ല, എന്തോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി മൂത്തത്. ഇതിനെ എടുത്ത് കൊണ്ടുപോകാം നമുക്ക്. മഹാ മാംഗോ. ഓക്കെ, ഇത് കൊമ്പ് നോക്കണ്ട, ഇതിന് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് നമ്മുടെ കിങ് ഓഫ് ചക്കാപ്പത്തൊക്കെ പോലെ ഉണ്ട്, സെയിം രൂപഭാവം. പക്ഷേ വ്യത്യസ്തത എന്താ പറയുക, ഇത് വലിയ തയ്യാട്ടോ. അതൊക്കെ വലിയ തൈ, വലിയ മാവാണ്. ഓക്കെ, ഇതിൻ്റെ ഇല ഒന്ന് ഇതൊക്കെയാണ് അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ. വലിയ മാവാണ്. അതായത് അവര് എഴുതി തന്നിട്ടുള്ള അതേ സ്പെല്ലിംഗ് തന്നെയാണ്. കാരണം മാങ്കോ എന്നുള്ളതിന് മാങ്കോ അതേപോലെ തന്നെ ഇവര് എഴുതി വെച്ചിട്ടുണ്ട്, MANGKO. അപ്പോ ഇവര് ഇവിടെ ഇട്ട പേരല്ല. ഇത് ഇത്രയും വലിപ്പമുണ്ട്. ഇതിന്റെ ലീഫ് കൂടെ അത് മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ കിടക്കണോ, അവിടെ കിടന്നോ, കുഴപ്പമില്ല. മാങ്ങ പൊട്ടിക്കാൻ പോവാണ്. അവിടെ താഴെ അവിടെ കിടക്കുന്നു മൂത്ത മാങ്ങകളാട്ടാ. ഈ മാങ്ങയൊക്കെ പൊട്ടിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, പ്രേക്ഷകർക്ക് വേണ്ടി. കഷ്ടപ്പെട്ട് പുളിയുറുമ്പ്, അതെ, പുളിയുറുമ്പൊക്കെ കടി കൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി പൊട്ടിക്കുകയാണ്. ഇത്
മൂത്തിട്ടില്ല. മൂപ്പ് കുറഞ്ഞതായാലും നമ്മൾ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇതൊക്കെ ഏകദേശം ഒരു 700-800 ഗ്രാംസ് എന്തായാലും ഉണ്ടാവും. മഹാ മാംഗോ. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചളിയിലൂടെ ഒക്കെ വന്ന് എടുക്കുകയാണ്. ഞങ്ങൾക്ക് മാങ്ങ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, വീണ്ടും വീണ്ടും പറയാണ്, മാങ്ങ ഞങ്ങൾക്ക് കഴിക്കുന്ന ഇഷ്ടമേ അല്ല. പക്ഷേ പ്രേക്ഷകരെ റിക്വസ്റ്റ്, ഇനി നമുക്കെല്ലാവർക്കും സുപരിചിതമായ മഹാചനൂക്ക് ബനാന മാംഗോ ഒന്ന് ഇരട്ട പേരുണ്ട്, പക്ഷെ ബനാനയല്ല, മഹാചനൂക്ക്. ഓക്കെ, ഇതാണ് മഹാചനൂക്ക്. കൊലയായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഓക്കെ, ബഞ്ചായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ഇത്. പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും കഷ്ടപ്പെട്ട് പൊട്ടിക്കുകയാണ് എല്ലാം. ശരിക്കും ഇത് മൂത്തിട്ടില്ല കേട്ടോ, മൂപ്പായി വരുന്നു, ആയിട്ടില്ല. ഇത് ശരിക്കും ഇതിനൊരു ഓറഞ്ചിഷ് കളർ വരും. ഓറഞ്ച് കളർ ഇങ്ങനെ നമ്മൾ കവർ ഇടാതെ തന്നെ ഇതിന് ഒരു റെഡ് ഷെയ്ഡ് വരും. റെഡ് ഷെയ്ഡ്, യെല്ലോ വിത്ത് ഒരു റെഡ് ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ്. ബനാന പിങ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരൊറ്റ ബനാനേ ഉള്ളൂ എന്നാണ് നമുക്ക്. അതെ, അത് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് കവർ ഇട്ടില്ലെങ്കിലും നമുക്ക് ആ കളർ കിട്ടും. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം, ഇതെല്ലാം അടുത്തടുത്തായിട്ട് അത്രയും സൺലൈറ്റ് കിട്ടാതെയാണ് ഇപ്പം. ശരിക്കും മാങ്ങ ഉണ്ടാണെങ്കിൽ സൈഡിൽ നിന്നൊക്കെ വെയിൽ വേണം. അല്ലാതെയും ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടല്ല. പക്ഷെ ഇത് ഏറ്റവും ബെസ്റ്റ് പാർട്ട് മുന്നേ പറഞ്ഞ പോലെ മണ്ണൊക്കെ നനഞ്ഞു നിൽക്കുന്നു, എന്നിട്ടും കായുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഇതിൽ തന്നെ ഇപ്പോൾ ഒരു 10-30 കിലോ മാങ്ങ മിനിമം ഈ ചെറിയ മാവ് തന്നെ ഉണ്ടാവും. നമ്മളൊക്കെ വെച്ചിട്ടുണ്ട് ബനാന, പ്രതീക്ഷയുണ്ട്. അപ്പോൾ കായ്ക്കും. പറ്റ തെങ്ങിൻ തോപ്പിലൊന്നും കൊണ്ടുപോയി ആരും വെക്കരുത്, വെയിൽ വേണം. ഓക്കെ, തണലത്ത് കൊണ്ടുവച്ച് മാങ്ങ കായ്ക്കുന്നില്ല എന്ന് പരാതി പറയരുത്. ഇത് അവിടെ നിന്ന് ആ മാവിൻ്റെ എന്തോ വീണ് കിട്ടിയിട്ട്